ഇന്ത്യയും അയൽരാജ്യവുമായിട്ട് ഇതാ ഇപ്പോൾ തുടങ്ങി അടി, യുദ്ധം, വെടി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണമായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ അരങ്ങേറിയത്. നമ്മുടെ ചില മുഖ്യധാരാ ചാനലുകളും അതിനെ പിന്തുടർന്നു. കറാച്ചി ആക്രമിച്ചു, ലാഹോർ ബോംബിട്ടു എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ അനങ്ങുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒരു ശബ്ദവും കേൾക്കാനില്ല, ഒരു വെടിയൊച്ചയും സോഷ്യൽ മീഡിയയിൽ മുഴങ്ങുന്നില്ല. എന്താണ് താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ യുദ്ധം നടക്കുമ്പോൾ രണ്ട് കൂട്ടരാണ് പൊതുവെ ഏറ്റവും കൂടുതൽ ആധുനിക കാലത്ത് സന്തോഷിക്കുക. മൂന്ന് കൂട്ടർ. ഒന്ന് കഴുകന്മാരാണ്, ശവങ്ങൾ ഒരുപാട് വീഴും. രണ്ടാമത്തെ ആയുധ കമ്പനികളാണ്. മൂന്നാമത്തെ പത്രമാധ്യമങ്ങളാണ്. ഇവർക്ക് ഇഷ്ടം പോലെ സാധനം കിട്ടിക്കൊണ്ടിരിക്കും. ആളുകൾ അവരുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്ന് പേർക്കും ലാഭമാണ്. ഈഗർലി വാച്ചിങ് ആണ് ആളുകൾ അവരുടെ ജീവിതമായിട്ട് വന്നു. കഴിഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളും 12 മണി വരെയൊക്കെ ഇന്ന് ന്യൂസ് ചാനൽ കാണാത്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊന്നും എന്നെ പണ്ട് കൂടെ പഠിച്ചുകൊണ്ട് അറിയുന്നല്ലാതെ അവരെ ന്യൂസ് ചാനൽ കാണാവുന്നില്ല. വേറെ നമ്മൾ ഒരുമിച്ചൊക്കെ ഇടുമ്പോൾ ആരെങ്കിലും വന്ന് ഫക്കുദ്ദീൻ അല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നിന്നെങ്ങനെ അറിയാം എന്നാലും എങ്ങനെയാണ് നല്ല ഇടയ്ക്ക് ഓ നീ അതിൽ ഏഷ്യാനെറ്റ് മറ്റേ സീരിയലൊക്കെ ഉണ്ടോ? നമ്മൾ അല്ല സീരിയലല്ല, ന്യൂസിൻ്റെ ഇടയിൽ പോലും ന്യൂസ് ചാനൽ നമ്മൾ കാണാറില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം പിന്നെ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഈ പറഞ്ഞ പോലെ 12 മണി വരെ ഇന്ന് ന്യൂസ് ചാനലുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ എന്താ, അവർ പേടി. അപ്പോൾ ഈ പേടി ഉൽപ്പാദിപ്പിക്കുക, അത് നിലനിർത്തുക എന്നുള്ളതായിരുന്നു മീഡിയയുടെ ഏറ്റവും വലിയ പണി. ഇതിനിടയ്ക്ക് വിഷയത്തിൽ പോകുന്ന വേറെ അനുഭവം. കേരളത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന ഒരു പഠനവും ഒരു ചർച്ചയുണ്ട്. RSS വൽക്കരിക്കപ്പെടുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടക്കും. ഇത് മിക്കവാറും നടത്തിയ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇടതുപക്ഷക്കാരായിരിക്കും. ദേശാഭിമാനിയും കൈരളിയും വരെ അതിൽ പ്രതിക്കൂട്ടിൽ വരും. കാരണം ഇത്തവണ പൊതുവേ ഇന്ത്യയിൽ യുദ്ധം നടക്കുമ്പോൾ കേരളത്തിൽ യുദ്ധം മനുഷ്യന് വിരുദ്ധമാണ്, മാനവികതയ്ക്കെതിരാണ്, നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല, പാകിസ്ഥാനികൾ നമ്മൾ സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവാണ് ഉണ്ടാവുക. പാകിസ്ഥാൻ ഒരിക്കലും ആരും തെമ്മാടി രാജ്യമൊന്നും വിളിക്കാറില്ല, ഇസ്രായേലിനെ മാത്രമേ വിളിക്കാറുള്ളൂ. ഇത്തവണ അതൊക്കെ മാറി. എല്ലാവരും പാകിസ്ഥാനെ തെമ്മാടി രാജ്യം, നമ്മളടിച്ചു. ഞാൻ വിചാരിച്ചു പിണറായി വിജയനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വിചാരിച്ചു. ചില ആളുകളുടെ അപ്പം നമ്മളടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് നാളെ എന്ത് വരുമെന്ന് വെച്ചാൽ നാളെ നിയമസഭ ഇലക്ഷന് രാജീവിന് വായിക്കേണ്ട ചിലപ്പോൾ 5-10 സീറ്റ് BJP അടിച്ചാൽ ഒരു നോക്കിയോ പ്രധാനപ്പെട്ട ചർച്ചയാൻ പോകുന്നതാണ്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ എങ്ങനെ BJP വൽക്കരിക്കപ്പെട്ടു, യുദ്ധസമയത്ത് മാധ്യമങ്ങളുടെ സ്വഭാവം എന്ത് എന്ന് പറഞ്ഞ് ഒരു ചർച്ച കണ്ടു. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പം അതിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ തന്നെ എട്ടിപ്പോയി. ഞാൻ പലപ്പോഴും യുദ്ധം വരുമ്പോൾ ഞാൻ പണ്ടേ എനിക്കത് എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ആര് ഭരിച്ചാലും രാജ്യത്തിൻ്റെ കൂടെ, രാജ്യത്തിൻ്റെ പ്രശ്നം രാജ്യത്തിന് കൊടുക്കുന്ന എൻ്റെ ആ സമയത്ത് എന്നെ നിശിതമായി ക്രിട്ടിസൈസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരും ബുദ്ധിജീവികളൊക്കെ ഉണ്ട്. ഈ ബുദ്ധിജീവികൾക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ ഓപ്പണായിട്ടെങ്കിലും അവരുടെ നിലപാട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അത് നല്ല കാര്യം, അങ്ങനെയാണ് നിൽക്കേണ്ടത്. രാജ്യം പിണറായി വിജയൻ്റെ മോഡീൻ്റെ ഒന്നല്ലല്ലോ, രാജ്യം നമ്മുടേതല്ലേ. രാജ്യത്തിന് പ്രശ്നം വന്നാൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ പിണറായി വിജയനും മോഡിയും കൂടി പെടും, അതാണ് പ്രശ്നം. അവരെ മാറ്റി നിർത്തിയല്ല, അവരും കൂടി പെടും. നമ്മളെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഒരുത്തൻ്റെ തന്തയുടെ വകല്ലെന്നൊക്കെ പറഞ്ഞു കളയും. എല്ലാവരുടെയും തന്തയുടെ വകയാണ്. സുരേഷ് ഗോപി പറയുന്നത് കിട്ടി, ഒരാളിൻ്റെ മാത്രം തന്തയുടെ വകയാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ അപ്പം അവരിങ്ങനെ വിചാരിച്ച് ഇതിങ്ങനെ പോകും. അല്ല, ഇവർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഇവർക്ക് ഇതുകൊണ്ട് ലാഭമല്ലേ ഉള്ളൂ. മിക്കവാറും ഈ യുദ്ധം പോകുമ്പോൾ അടുത്ത ഘട്ടത്തിൽ പെട്ടെന്നൊന്ന് ഇവരുടെ സ്ഥാനത്തിൻ്റെ മുകളിൽ പത്രമാധ്യമങ്ങളെ പോയ ആളുകൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ ക്രൂയിസ് മിസൈലൊക്കെ ആകുമ്പോൾ എവിടെ വീഴണം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ഈ പത്രമാധ്യമങ്ങളെ പൊതുവെ അധികം ആക്രമിക്കില്ല. അത് ഇവന്മാർ ഇൻ്റർനാഷണൽ കോക്കസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച വലിയ നഷ്ടമൊന്നും വരില്ല. പിന്നെ യുദ്ധം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് പാവങ്ങൾക്കാണ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് മേടിക്കുന്ന ഒരു മുസ്ലിം കച്ചവടക്കാരനുണ്ട്. അപ്പോൾ നിങ്ങൾ പറയേണ്ട മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം മേടിക്കേണ്ട. ഞാൻ പോകുന്ന വഴിക്ക് നല്ല ഫ്രൂട്ട്സ് കിട്ടുന്ന മുസ്ലിം, ഞാൻ പൊതുവെ റിലയൻസ് എന്നാണ് മേടിക്കാറുള്ളത്. ഇല്ലെങ്കിൽ ഞാനൊന്നും മേടിക്കും, അല്ലാതെ ജാതി മതം നോക്കി ഫ്രൂട്ട്സോ സാധനങ്ങൾ മേടിക്കുന്ന ആളല്ലേ. നല്ലതായിരിക്കണം, ക്വാളിറ്റി വേണം. അങ്ങനെ പറയും. ഈ സോഷ്യൽ മീഡിയയുടെ മഹാവൃത്തിയുടെ നാളുകളുണ്ട്, ഈ ഒറ്റ വാക്കിന് അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, മോനെ സമരം യുദ്ധം ഉണ്ടാകും? ഞാൻ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല, മോഡി അബദ്ധം കാണിക്കില്ല, കാരണം രാജ്യം പിന്നോട്ടടിച്ചു പോകും എന്നോ. എന്നോട് അത് തന്നെ വേണ്ടത്, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായാലോ നമ്മളൊക്കെ അവസ്ഥ എന്താണ്? ശരിയാണ്. അപ്പോൾ അവക്കെന്താ ഈ സാധനത്തിന് വില അങ്ങ് കൂടില്ലേ? ഓറഞ്ച് വരേണ്ടത് കാശ്മീരിൽ നിന്നാണ്. മാത്രമല്ല ഉള്ള സാധനത്തിന് വില കൂടും, അപ്പോൾ ആളുകൾ മേടിക്കില്ല. ആളുകൾ മേടിക്കില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധനത്തിന് സ്കൈ റോക്കറ്റ് ചെയ്യും വില.
ശമ്പളം മുടങ്ങും, ശമ്പളം മുടങ്ങിയാൽ കൂലി മുടങ്ങും. അപ്പോൾ ആളുകൾ മേടിക്കില്ല. അപ്പോൾ എന്തൊരു ആശ്വാസം അയാളെ മുഖത്ത്. ഞാൻ പറഞ്ഞു മോഡി അങ്ങനെ അബദ്ധം കാണിക്കില്ല, കാരണം രാജ്യം പിന്നോട്ടടിച്ചു വലിയ യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് അങ്ങേർക്ക് അറിയാം, അല്ലെങ്കിൽ പണ്ടൊക്കെ അങ്ങ് പോയി അറ്റാക്ക് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങേർക്ക് ഒരു ആശ്വാസമായി. അപ്പം ഈ പേടി ഉണ്ടാക്കി വെച്ചാരാ? അല്ല, ഏറ്റവും കൂടുതൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഭയപ്പെടുന്നത് കച്ചവടക്കാരാണ്. സാധാരണക്കാർ അവരാണ് ഭൂരിപക്ഷം. കർഷകർ, അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റില്ല, അല്ലെ വില കുറവായിരിക്കും, വില കൂടും, കർഷകർക്ക് വില കുറയും. കാരണം എന്തുണ്ടാവോ, ഈ വില കൂട്ടുന്നവരെ ഇടനിലക്കാരനാണ്. അതാണല്ലോ മോഡി മറ്റേ കർഷക നയം കൊണ്ടുവന്നത്. ആ മര്യാദയ്ക്ക് നടപ്പിലാക്കിയ കർഷകർക്ക് ഗുണമാണത്. മര്യാദയ്ക്ക് നടപ്പിലാക്കണം, അതാണ് പ്രശ്നമുള്ളൂ. ഇംപ്ലിമെൻറ്റേഷനാണ് എനിക്ക് സംശയമുള്ളത്. പക്ഷേ ഇത് ഈ ഇടനിലക്കാരൻ വില കൂട്ടിയല്ലോ, പൂത്തിവെപ്പും. ഓൾറെഡി പഞ്ചാബിലൊക്കെ കഴിഞ്ഞ പൂത്തിവെപ്പ് ഉണ്ടാകുമല്ലോ, പണ്ടത്തെ വാലങ്ക നേരിട്ട സിനിമ പോലെ. അതിലതായിരുന്നല്ലോ പ്രധാനപ്പെട്ട വില്ലത്തരം. അപ്പം ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ യുദ്ധത്തിൻ്റെ ചാകരാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിക്കുക, ഇന്ത്യ കീറി അടിച്ചു, വിക്രാന്ത് അങ്ങോട്ട് നീങ്ങി, മറ്റേത് ഇങ്ങോട്ട് നീങ്ങി, റഫേൽ പറന്ന് പൊങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമല്ലേ. മറ്റേ അണ്ടവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തരത്തെ കാണാൻ നല്ല രസമാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് മോഡി ഇവരെ ഭയങ്കര നിരാശനാക്കി. ഒന്ന് മോഡി യുദ്ധം പ്രഖ്യാപിച്ചില്ല, രണ്ട് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് എന്നാൽ മോഡി പറഞ്ഞു ശരി, നമുക്ക് ഇങ്ങോട്ടില്ല അങ്ങോട്ടില്ല, കാര്യങ്ങൾ ടേംസൊക്കെ നമ്മൾ തീരുമാനിക്കും, തൽക്കാലം നമ്മൾ വെടിനിർത്തലും പറഞ്ഞിട്ടില്ല, ഇപ്പോഴുള്ള ഓപ്പറേഷൻ നമ്മൾ നിർത്തിയേക്കാം എന്ന് പറഞ്ഞു. ഒരു നിരാശരായി. ഇപ്പം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ 100 വാട്സിൽ കത്തിക്കൊണ്ടിരുന്ന മുഖങ്ങളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവരിപ്പോൾ അടുത്ത ഘട്ടം തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് 11 നമ്മൾ ട്രംപ് വന്നിട്ട് 8 കാലി അമ്മൂഞ്ഞ് കളി തുടങ്ങിയത്. അപ്പോൾ ഇതിലെ ട്രംപിനെ കണ്ടുകൂടാത്തവർ അതിൻ്റെ മുകളിൽ കയറി പിടിക്കുക. ട്രംപ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ്. ട്രംപ് ഇതിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോവിഡ് സമയത്ത് സാനിറ്റൈസർ കുത്തിവെച്ച പോലെ കുടിച്ചാൽ പോലെ എന്നൊക്കെ ചോദിച്ച മനുഷ്യനാണ് ഈ ട്രംപ്. അന്ന് കളിയാക്കിയവന്മാരാണ് ഇന്ന് ഈ പറയുന്നത്. അപ്പോൾ അന്ന് അയാൾ അമേരിക്കൻ പ്രസിഡന്റാണ്. അപ്പോൾ ഇതിൽ കയറി പിടിച്ചുകൊണ്ട് ഇപ്പം പുതിയ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ത്യ എന്ത് പേടിച്ചിട്ടാണ് യുദ്ധം നടത്തിയത്? ആരെ പേടിച്ചിട്ടാണ് യുദ്ധം നടത്തിയത്? ഇതിങ്ങനെ ഇവരിങ്ങനെ പേടിച്ച് പറയാതെ ഇന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. ആരെ പേടിച്ചാണ്? ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ ശക്തി, നാറ്റോ യുദ്ധവിമാനങ്ങൾ, റഫേലും ഒക്കെ നാറ്റോ ആണല്ലോ, റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ ബലഹീനത. ഇന്ന് ഞാൻ കണ്ടു വെച്ചാൽ ഇന്ത്യ റഫാലുകൾ തകർന്നു വീണു. നമുക്ക് തകർന്നു വീണത് തെളിവുന്നില്ല. ഓക്കെ. പിന്നെ ഇന്നലെ പത്രസമ്മേളനത്തിലെ എയർ ചീഫ് മാർഷലാണെന്ന് തോന്നുന്നു, പക്ഷേ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ചോദ്യം വന്നു, റഫേൽ തകർന്നു വീണോ എന്നൊക്കെ. അദ്ദേഹം പറഞ്ഞു യുദ്ധകാലത്ത് നമുക്ക് ഈ സംഘർഷം നടക്കുമ്പോൾ നഷ്ടങ്ങളുണ്ടാവും, പക്ഷേ പലതും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു തെളിവ്, ഇനി അദ്ദേഹം ഓക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അനുമാനിക്കാം യുദ്ധവിമാനം തകർന്നു വീണു എന്ന് വിചാരിക്കാം. ഇതിന് എന്തെങ്കിലും ഒരു തെളിവ് എഴുതും കിട്ടണ്ടേ? അല്ലെ പാകിസ്ഥാൻ പുറത്ത് കാണിക്കണ്ടേ? സോഫ നമുക്കൊരു തെളിവ് എവിടെ? പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയോട് അല്ല വിദേശകാര്യമന്ത്രിയോട് വെച്ചാൽ അങ്ങേര് വന്ന് സോഷ്യൽ മീഡിയ എന്നാ. സോഷ്യൽ മീഡിയയിൽ AI ജനറേറ്റഡ് ഇഷ്ടംപോലെ പ്രതിരോധ മന്ത്രി അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുന്നു. പക്ഷേ യൂറോപ്യൻ മാധ്യമങ്ങൾ ചൈനീസ് മീഡിയ ഭയങ്കര ഇത് കൊടുക്കുന്നുണ്ട്. ചൈനീസ് മീഡിയ കൊടുക്കുന്ന സാധനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ജോലി. പിന്നെ 2, ഇവർ പറയുന്നത് ചൈനീസ് വിമാനങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല ഭയങ്കര സംഭവമാണ്. നമ്മളാരെങ്കിലും പറഞ്ഞു ചൈനീസ് സാധനങ്ങൾ മോശമാണ്? നമ്മൾ പല ചർച്ചയിലും പറഞ്ഞു ചൈന പല ക്വാളിറ്റി സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അവരിപ്പം വിഴിഞ്ഞം പോലുള്ള തുറമുഖത്തൊക്കെ നമ്മൾ അവരുടെ ട്രെയിനുകളാണ്, അവരുടെ കാറുകൾ നല്ല വണ്ടികളാണ്. നിങ്ങൾക്ക് 10 രൂപയുടെ ടോയും കിട്ടും, അവരുടെ 1000 രൂപയുടെ ടോയും കിട്ടും. 10 രൂപയുടെ ടോയ് ഒരേറെ കഴിയുമ്പോൾ പൊട്ടിപ്പോകും. അതിനെക്കാളും നല്ലത് ഇന്ത്യൻ ടോയ് ആണ്. 20 രൂപയ്ക്ക് ഇന്ത്യൻ ടോയ് കിട്ടും. പക്ഷേ അവരുടെ 1000 രൂപയുടെ ടോയ് എന്ന് വെച്ചാൽ അമേരിക്കൻ ടോയിനെക്കാളും നല്ല ടോയാണ്. ഇത് നമുക്കറിയാം. നമ്മൾ ഇവന്മാർ തെറ്റിദ്ധരിച്ച് നമ്മളെന്ത് ചെയ്യാനാ? ഇപ്പോൾ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പാട്ട വിമാനം നമ്മൾ പറഞ്ഞു, ഇവർ തന്നെ പറഞ്ഞത് ഇന്ത്യയുടെ മറ്റേത് ഭയങ്കര സംഭവമാണ്, ഒരേ പാട്ട വിമാനങ്ങളാണ് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ തിരിച്ചു പറയുകയാണ് ഇത് ചൈന ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് അടുത്ത മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇന്ത്യ ഇവർ വിചാരിച്ചു യുദ്ധത്തിലേക്ക് പോകും, ഇനി എന്തുകൊണ്ട് ഇന്ത്യ യുദ്ധം നടത്തിയില്ല, പേടിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അപ്പോൾ റേറ്റിംഗ് കൂട്ടാലോ. ഇതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഇതൊക്കെ ചെയ്യേണ്ട. ഇവനൊക്കെ തോക്കും പിടിച്ചിട്ട് നേരെ പറഞ്ഞു വിടണം കാശ്മീരിലേക്ക്. അപ്പോൾ അവന് മനസ്സിലാവും. അല്ല, ഈ ശരിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെ പറയുന്നത് ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം അതിനകത്തില്ല. പക്ഷേ നമ്മുടെ പല മുഖ്യധാര മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചു എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയ വന്നോണ്ട് മുഖ്യധാര മാധ്യമങ്ങളെ സ്വഭാവം ട്രെൻഡിനനുസരിച്ച് അവർ നീങ്ങാൻ അല്ല, അവർ തീരുമാനിച്ചു തുടങ്ങി. കാരണം യൂട്യൂബിന്റെ വരുമാനം അവർക്കും കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ആളുകൾ മുഖ്യധാര ഇപ്പോൾ എഡിറ്ററൈസ് ഉള്ള ഹിന്ദു ഒക്കെ പോലുള്ള പത്രങ്ങളുണ്ട്, ആളുകൾ ഇപ്പോൾ വായിക്കുന്നില്ല പൊതുവേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകൾ കാണുന്നില്ല. ഇവിടെ തന്നെ 2 ചാനലുകൾ വന്നതോടുകൂടി മറ്റ് മാന്യമര്യാദയ്ക്ക് പ്രവർത്തിച്ച ചാനലുകൾ വരെ വലിയൊരു പരിധി വരെ മാറ്റേണ്ടതായിട്ട് വന്നു. അവരും ഈ കാർണിവലിലേക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. ഈ പിള്ളേർക്കൊക്കെ ആണ് ഈ ബളിപ്പ് കാർണിവറാണ്, സത്യം അറിയേണ്ട ആവശ്യമില്ല.
അപ്പോൾ എന്നിട്ട് പോലും അവർ പിടിച്ചു വെക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പരമാവധി. പക്ഷേ എങ്കിൽ പോലും അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റേറ്റിംഗ് കണ്ടു. അതായത് ഈ നമ്മുടെ രാത്രിയിൽ ഒരു 1:30 മണിക്ക് 1:44 വിവരം PTI ഔദ്യോഗികമായിട്ട് പുറത്തു വിടുന്നത്, ഈ 22-ന് പകരമായിട്ട് നമ്മൾ അടിച്ചു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ആ രാത്രി 1:44 തൊട്ട് തുടങ്ങി ഏതാണ്ട് പുലർച്ചെ വരെയുള്ളൊരു സമയം എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ ഈ റിപ്പോർട്ടർ ചാനലിനൊക്കെ ഏതാണ്ട് 2.5 ലക്ഷത്തിനടുത്താണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓൺ ഗോയിങ്. പക്ഷേ ആ സമയത്ത് ഏഷ്യാനെറ്റിൻ്റെത് വളരെ പുറകിലാണ്, ഏതാണ്ട് 10-65 ഉള്ളൂ. അതെ, ഏഷ്യാനെറ്റ് ഈ പറഞ്ഞ നിങ്ങളെ ഹൈപ്പ് കത്തിക്കുന്നില്ല പരമാവധി. ആ പാടെ അനൂപും മറ്റേ ആ പയ്യനും കൂടി ഇരുന്നുകൊണ്ട് അല്ല, ആദ്യമൊക്കെ അവർ വളരെ അല്ല, അവസാന നിമിഷം വരെ ഏതാണ് അവർ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ അവസാനം എന്ന് വെച്ചാൽ ചില ടേംസ് പിന്നെ അവർക്കും സ്റ്റാൻഡ് ഈ പറഞ്ഞ റേറ്റ് ആ കള്ളം മാത്രം പറഞ്ഞ് 2 ലക്ഷം, ഈ സത്യം പറഞ്ഞാൽ 16,000. പിന്നെ ഇവർക്ക് റേറ്റിംഗ് വരില്ലേ, പരസ്യം കിട്ടണ്ടല്ലേ. അവസാനം ഞാൻ മനസ്സിലാക്കി അനൂപിൻ്റെ പരിപാടി ഞാൻ കാണാറുണ്ട്. അപ്പോൾ അനൂപ് അവിടെ നിന്നുകൊണ്ട് വിനു കൃത്യമായിട്ട് വിനു ഇട്ടൊരു കളി കളിക്കില്ല, അനൂപ് എടുക്ക് തമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചില ടേംസ് അവർ കടമെടുത്തു. അത് പിന്നെ പ്രശ്നമല്ല. സത്യത്തിൽ ഞാൻ ഏഷ്യാനെറ്റ്, പക്ഷേ നമ്മൾ ഈ ഫോൾസ് ന്യൂസ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇവർക്കൊക്കെ എന്ത് കമ്മിറ്റ്മെന്റ് ഉണ്ടോ? ഏഷ്യാനെറ്റ് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഏഷ്യാനെറ്റ് കറാച്ചി തുറമുഖം ഇന്ത്യ ആക്രമിച്ചു എന്ന് അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് പറയുക. നിങ്ങൾ മാത്രമല്ല, ഇപ്പം സിരൂരിൽ മറ്റേ ലോറി മുങ്ങിയില്ലായിരുന്നു, നിങ്ങൾ അതിൽ എക്സ്പേർട്ട് അല്ലേ, നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. എന്നിട്ട് അപ്പുറത്ത് മണ്ണ് പോലീസ് വന്ന് അവിടെ അല്ലേ തോട്ടിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ആ മല മൊത്തടിച്ചു, അവസാനം തോട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ ആരാഹേ, നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം സംസാരിച്ചാൽ പോരെ. ഇപ്പം എന്നോട് നിങ്ങൾ വന്നിട്ട് പറയാണ് ഫക്രുദ്ദീനെ ബജറ്റ് ഡിസ്കഷൻ, ഞാൻ വരികയില്ല. ഞാൻ ആ പാടെ 1-2 ബജറ്റ് ഡിസ്കഷൻ, 2 ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. അപ്പം എന്നോട് അതല്ല, നിങ്ങളോട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, ബജറ്റുകളെ ഈ ഇമ്പാക്ട് ചെയ്യാൻ. ഓക്കെ, പൊളിറ്റിക്കലേ ചോദിക്കാവും, ബാക്കി ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബജറ്റിൻ്റെ ഒരു പൊളിറ്റിക്സ് മാത്രം. അതെങ്ങനെ ഈ രീതിയിൽ അലോക്കേഷൻ രാഷ്ട്രീയമായിട്ട് ഈ ബജറ്റിന്റെ ഒരു ഇമ്പാക്റ്റ് മാത്രം. പിന്നെ ഞാൻ രാഷ്ട്രീയം പോയിട്ടില്ല, കാരണം നമ്മളെ വിഷയമല്ല അത്. പിന്നെ അപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന IT ടെക്നോളജിയെ പറ്റി എന്നെ വിളിച്ചാൽ അങ്ങനെ ഉണ്ടോ? വേണമെങ്കിൽ ഗൂഗിളൊക്കെ നോക്കി, പക്ഷേ കാര്യമില്ല. എന്നിട്ടാണ് ഇവിടെയുള്ള ജനറലിസ്റ്റ് പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മലയാളമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ പോയിട്ട് ഈ പറയുന്നതിൽ എക്സ്പേർട്ടുകൾ അഡ്വൈസ് ചെയ്യുന്നത്. മിനിമം മര്യാദ വേണ്ടേ? എന്തിനോടെങ്കിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? അതൊന്നും നമ്മൾ ഇന്നത്തെ ഈ ഒരു സത്യാനന്തര കാലത്ത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഈ സോഷ്യൽ മീഡിയയും പ്രതീക്ഷിക്കാൻ. അവസാനം ജെൻസി അൽഫ പിള്ളേർ വന്ന് നിങ്ങളടുത്ത് പഞ്ഞിക്കിടും ഭാവിയിൽ. അത് കുറച്ചെങ്കിലും ലോകത്ത് സത്യത്തിൽ നിറയ്ക്കും ഒക്കെ ഒരു വില കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പ്രായമാകുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. അടുത്ത് വരാമത് ജെൻസി അൽഫ പിള്ളേരാ. അവർക്ക് നിങ്ങൾ ഈ മാതൃക കാണിച്ചു കൊടുത്താൽ അവർ നിങ്ങളെ മറ്റേ വൃദ്ധസാധനത്തിലല്ല കൊണ്ടിടുക, നേരെ പിടിച്ചിട്ട് ചിലപ്പോൾ പണ്ട് നാസികൾ ഇതേപോലെ കാലപുരിക്കായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.